സുധിയും നിരഞ്ജനയുമായുള്ള വിവാഹ പരസ്യം പത്രത്തിൽ കാണുന്ന അർച്ചന. സുധിക്ക് ഇത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങാനാവില്ല എന്ന വിശ്വാസത്തിൽ അർച്ചന. എന്റെ മകന്റെ കുഞ്ഞ് ജനിക്കുന്നു. ഗർഭിണിയായ അർച്ചനയുടെ വിവാഹം നടത്തില്ലെന്ന് വിശ്വനാഥൻ നടരാജനോട് പറയുന്നു. എനിക്കതറിയാളിയ. സുധിയുടെ മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിയാനാവാതെ നിരഞ്ജന. രാത്രി മഴ തുടരുന്നു. സുധിയുടെ പെരുമാറ്റം എങ്ങനെ? ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടോ? അതിന് കുറച്ചു നേരം ഒന്നിച്ചിരിക്കാൻ അവസരം വന്നില്ലല്ലോ. എങ്കിലും പെരുമാറ്റം ഫ്രണ്ട്ലിയാ. നീ സംശയിക്കുന്ന പോലൊന്നും ഉണ്ടാവില്ല. കതിർ മണ്ഡപത്തിൽ സുധി ഹാപ്പിയായിരുന്നു. താലി കെട്ടുമ്പോ ഞാൻ മുഖം ശ്രദ്ധിച്ചതാ. എല്ലാ സംശയങ്ങൾക്കും ഇന്ന് രാത്രി ഉത്തരം കിട്ടും. സുധി എന്തിനെന്നെ വിവാഹം കഴിച്ചു എന്നറിയാൻ പോവാ. ഒരു സംസാരത്തിന് ഇട കൊടുക്കരുത്. നിന്റെ ചോദ്യങ്ങൾക്ക് ഇനി ഒരു പ്രസക്തിയുമില്ല. സുധിയുടെ ഭാര്യ നീ. ഒരു മുഷിച്ചലും ഉണ്ടാവരുത്. നിനക്ക് സുധിയെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. അമ്മയുടെ സ്നേഹം കാണുമ്പോൾ പേടി തോന്നുക മനസ്സിൽ. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക. ഒരു ബലൂണിന്റെ ആയുസ് അതിനുള്ളൂന്ന് ഓർക്കുമ്പം നിങ്ങൾക്കൊക്കെ പറയാം, ആശ്വസിപ്പിക്കാം. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ഈ വീർപ്പുമുട്ടലുണ്ടല്ലോ, അതെനിക്കേ അറിയൂ. ഒരു ജീവിതം മോഹിച്ചാണോ സ്നേഹം സുധി എന്നെ സ്വീകരിച്ചത്? ഇത്തരം ചിന്തകളൊന്നും വേണ്ട. പാടില്ലെന്ന് എനിക്കും അറിയാം. എത്ര അമർത്തി വെച്ചിട്ടും മനസ്സിൽ നിന്നും പുറത്തു വന്നു പോന്നതാ. മരണം വരെ ടെൻഷൻ നിറഞ്ഞ ജീവിതമായിരിക്കും എന്റേത്. തനിച്ചിരിക്കുമ്പോഴാ നിനക്ക് ഈ ആലോചനകളൊക്കെ വരുന്നത്. താഴേക്ക് ചെല്ല്. സുധിക്കൊപ്പം നിൽക്കേണ്ടതല്ലേ? ആ ശരി, എന്നാ രാവിലെ വിളിക്കാട്ടോ. ശരി. ഇന്നത്തെ രാത്രി കൊണ്ടറിയാം നിരഞ്ജനയുടെ ജീവിതം എന്തായി തീരുമെന്ന്. നീ നേരത്തെ പോന്നോ? അവിടെ നിൽക്കാൻ മനസ്സനുവദിക്കാഞ്ഞിട്ടാ. സുധിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലൊരു പിടച്ചില്ല. ആർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നിമിഷമായിരുന്നു അത്. തക്ക സമയത്ത് നീ ബുദ്ധിപൂർവ്വം പെരുമാറി. ഇതുവരെ അളിയനോ ജയന്തിയോ നിന്നെ വിശ്വാസത്തിലെടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇപ്പൊ അളിയൻ നിന്നെ പ്രശംസിക്കുക. സുധി ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നു. മനസ്സ് തികട്ടിപ്പോകുമ്പോൾ അവന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് എന്തായാലും വലിയ ചതിയായിപ്പോയി. അവന്റെ ഓരോ ശ്വാസത്തിലും അർച്ചനെക്കുറിച്ചുള്ള നൊമ്പരം മാത്രമാണ്. എന്തിനു വേണ്ടി അവൻ വിവാഹത്തിന് സമ്മതിച്ചെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് കൂടെ നിന്ന് ഞാൻ അവനെ ഒറ്റുകൊടുത്തു. അവന്റെ കുഞ്ഞല്ലേച്ച അർച്ചനയുടെ വയറ്റിൽ വളരുന്നത്. ആ നിമിഷം മറ്റൊന്നും ചെയ്യാനില്ലെന്ന് അറിഞ്ഞിട്ടല്ലേ നീ വിവരം ഞങ്ങളെ അറിയിച്ചത്? സുധി അതറിഞ്ഞെങ്കിൽ ഈ വിവാഹം നടക്കുമായിരുന്നു. ജയന്തിയിൽ നിന്ന് തന്നെ അളിയനെ ഒളിപ്പിച്ചു വെച്ചത് അവന്റെ വിവാഹം നടക്കാനാ. എന്താ അങ്കിളുടെ അടുത്ത് നീക്കം? അർച്ചനയുടെ കല്യാണപ്പം നടക്കില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും അളിയനത് മനസ്സിലാവുന്നില്ല. ആ പെണ്ണിനൊരുത്തം കെട്ടിക്കൊണ്ട് പോയനെ. കല്യാണം നടന്നാലും അപകടമല്ലേ? എന്തപകടം? ഇനി അഥവാ കെട്ടിക്കൊണ്ടുപോകുന്നവന് സംശയം തോന്നിയാലും നമ്മളെ അത് ബാധിക്കാനും പോകുന്നില്ല. ആട്ടും തുപ്പും സഹിച്ച് അവൾ അവിടെ കഴിഞ്ഞോളൂ. കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പറയാൻ അവൾ തയ്യാറാവില്ല. ലീഗലായി നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അവൾ എവിടെ നിന്നോ ഒരു കൊച്ചിനെയും കൊണ്ടുവന്നെന്ന് അവർ കരുതിക്കൊള്ളൂ. വിവാഹം മാറ്റിവെച്ച് അബോട്ട് ചെയ്യാനേ അങ്കിള് തയ്യാറാവും. അതാണ് ശരിയെന്നാ എനിക്കും തോന്നുന്നത്. രാജപ്പൻ്റെ നിലപാട് നാളെ അറിയാം. അയാളെതിർത്ത കളി അളിയൻ്റെ കയ്യിലൊന്നും നിൽക്കില്ല. വേറെ എന്തൊക്കെയോ അളിയൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പെണ്ണിനെ തീർത്ത് കളയാനും മടിക്കില്ല. നീ ഈ വിവരമൊന്നും ഗീതയോട് പറയരുത്. ഇതിനൊരു പരിഹാരം അളിയൻ കണ്ടെത്തിക്കോളൂ. എന്താ മുഖത്തൊരു വാട്ടം? അമ്മയ്ക്ക് തോന്നുന്നതാ. എന്റെ മോൻ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനാണെന്ന് ഞാൻ കരുതിയില്ല. അച്ഛന്റെ മോന്റെ സംസാരം ഞാൻ കേട്ടു. അവള് പ്രഗ്നന്റ് ആണല്ലേ? അമ്മേ, നീ എങ്ങനെയാ അതറിഞ്ഞത്? എനിക്കതറിയണം, പറയടാ. അത് പിന്നെ ഇന്നലെ രാത്രി അവൾ
സുധിയുടെ ഫോണിലേക്ക് വിളിച്ചു. അവൻ ബാത്റൂമിലായതുകൊണ്ട് ഫോൺ എടുത്തത് ഞാനാ. എന്നിട്ട് നീ അവളോട് എന്ത് പറഞ്ഞു? സുധി ഉറങ്ങിപ്പോയി, രാവിലെ വിളിക്കാന്ന്. കഷ്ടം, അവൾ ഈ നേരം വരെയും സുധിയുടെ വിളിയും കാത്തിരിപ്പുണ്ട്. ഇതുകൊണ്ട് നീ എന്ത് നേടിയടാ? ഉടനെ നീ നല്ലവനാവാൻ തുനിഞ്ഞു. നിന്റെ അച്ഛനോടും വിശ്വേട്ടനോടും ചെന്ന് പറഞ്ഞു. മനസാക്ഷി എന്നൊന്നും നിനക്കില്ലാതെ പോയല്ലോടാ. പണത്തിന്റെയും അധികാരത്തിന്റെയും അഹങ്കാരത്തില് മനുഷ്യന് ഒരു വിലയും കൽപ്പിക്കാത്ത ആളാ വിശ്വേട്ടൻ. അന്നേരം എനിക്ക് എന്ത് ചെയ്യാനാവുമേ? ഇന്ന് അവന്റെ വിവാഹമായിരുന്നില്ലേ? ഒരു വിവാഹത്തിനെയാ നീ വലുതായി കണ്ടത്. പെരുമ്പടപ്പ് വിശ്വനാഥൻ തോറ്റുപോകുന്നത് നിനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു പാവം പെണ്ണിന്റെ ജീവിതത്തിന് നീ എന്തെങ്കിലും വില കൽപ്പിച്ചോടാ? സ്വയം ഒഴിഞ്ഞു പോയതല്ലേ അവള്? ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴല്ലേ അവള് വിളിച്ചു പോയത്? അല്പം മനുഷ്യത്വം നിനക്ക് കാണിക്കാമായിരുന്നു. നീ എന്റെ വയറ്റില പിറന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുക. ആ കുഞ്ഞ് സുധിയുടേതാണെന്ന് തിരിച്ചറിവ് പോലും നീ കാണിച്ചില്ല. നീ കാരണം ഇല്ലാതാവാൻ പോകുന്നത് ഒരു കുരുന്ന് ജീവനാ. ആ മനുഷ്യൻ സ്വന്തം മകന്റെ ചോരയാണെന്ന് പോലും നോക്കാതെ അതിനെ കൊല്ലും. അതിന്റെ പാപം സുധിക്കല്ല, നിനക്കാ കിട്ടാൻ പോകുന്നത്. ആ സമയം എനിക്കതിനെ കഴിഞ്ഞുള്ളൂ അമ്മേ. ചെയ്തത് വലിയ ചതിയാണെന്ന് എനിക്കറിയാം. നീ ഒന്നും അറിഞ്ഞതായി ഭാവിക്കാതിരുന്നാ പോരായിരുന്നോ? എന്നിട്ട് സുധിയെ വിളിച്ച് ഫോൺ കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി പോകണമായിരുന്നു. നീ അത് ചെയ്തോടാ. ജയന്തി അറിഞ്ഞെങ്കിൽ ഇങ്ങനെയൊരു മഹാഭാവത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. നിന്റെ അച്ഛനോ വിശ്വേട്ടനോ എന്തോ ചെയ്തോട്ടെ, പക്ഷെ നീ അതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. ഈശ്വരൻ പോലും നിന്നോട് പൊറുക്കില്ലടാ. അച്ചുവേച്ചി, അച്ചുവേച്ചി ശരിക്കും കണ്ടില്ലല്ലോ. ദാ നോക്ക്, ഒരു ജസ്റ്റിസിന്റെ മോളാ. നിരഞ്ജന എന്ന പേര്. പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട്. ഇന്ന് സുധി സാറിന്റെ വിവാഹമായിരുന്നു. ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി. ഇന്നലെ കല്യാണ തലേന്നാളായിരുന്നു. ചേച്ചി വിളിക്കുമ്പോ സുധി സാറിന്റെ ഫോൺ ശബരിയുടെ കയ്യിലാവും. ചേച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ അയാൾ കള്ളം പറഞ്ഞത്. ഫോൺ കട്ട് ചെയ്തിട്ട് അയാൾ വീണ്ടും വിളിച്ചത് ഓർക്കുന്നില്ല. മാറി നിന്ന് വിളിക്കാനാ അയാൾ കോള് കട്ട് ചെയ്തത്. പിന്നെ ആ ഫോണിലേക്ക് വിളിക്കാതിരിക്കാൻ അയാൾ എന്തോ ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ നമ്പറിൽ നിന്നാ വിളിച്ചതെന്ന് അയാൾക്കറിയാം. ആ നമ്പർ റിജക്ട് ലിസ്റ്റിൽ ഇട്ടാ പോരെ. ഇനി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാ ചേച്ചി നോക്കേണ്ടത്. ജീവിക്കണം, അച്ചുവേച്ചിയുടെ കുഞ്ഞിന് വേണ്ടി. എനിക്കത് ചെയ്യണം മോളെ. എന്താ സംഭവിച്ചെന്ന് നാളെ എനിക്കറിയണം. ഇനി അച്ചുവേച്ചിക്ക് പ്രതീക്ഷയുണ്ടോ? അവരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും അറിഞ്ഞാൽ അച്ഛൻ ഇതുപോലെ പെരുമാറില്ല. അർച്ചനെ കുത്തി നോവിക്കരുതെന്ന് രേവതിയോട് പറയുന്നത് ഞാൻ കേട്ടതാ. ചിറ്റപ്പനെ അവരൊന്നും അറിയിച്ചിട്ടില്ല. ശബരി ആരോടും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതെ, ഞാൻ പറഞ്ഞത് അയാളുടെ മനസ്സിൽ. 2 ദിവസം കഴിഞ്ഞ് ചേച്ചി കല്യാണം കഴിച്ച് പോകുന്ന കണക്കൂട്ടലില്ല അയാള്. ഈ കല്യാണത്തിന് മുമ്പ് അച്ചുവേച്ചി ഇവിടുന്ന് ഇറങ്ങി പോണം. അത്ര എളുപ്പത്തിൽ ഇനി എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ മോളെ? ഇനി എന്തിനു ഒളിച്ചു വെക്കണം? വിവരങ്ങൾ ഇവിടെ ഉള്ളവർ അറിയട്ടെ. ഗർഭിണിയായ ഒരു പെണ്ണിനെ ഒരാളുടെ തലയെ കെട്ടിവെക്കാൻ അച്ഛൻ തയ്യാറാവില്ല. SP വിളിച്ച് പറയാനും അച്ഛന് കഴിയില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് കല്യാണം മാറ്റിവെച്ചെന്ന് അച്ഛൻ നാട്ടുകാരോട് പറയും. അച്ചുവേച്ചി ഗർഭിണിയാണെന്ന വിവരം പുറത്തുവിടാൻ അച്ഛൻ പേടിക്കും. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ രേവതി ചേച്ചിയുടെ ഭാവി ഓർത്തിട്ട്. അച്ചുവേച്ചിയോട് ഇറങ്ങിപ്പോവാൻ അച്ഛൻ തന്നെ പറയും. സുധി സാറിന്റെ വിവാഹം നടന്നതുകൊണ്ട് SP പേടിക്കേണ്ട കാര്യം അച്ഛനില്ല. അന്ന് വീട് വിട്ടിറങ്ങിയ മനസ്സ് മതി അച്ചുവേച്ചിക്ക്. സന്മനസ്സുള്ള ആരെങ്കിലും അച്ചുവേച്ചിക്ക് അഭയം തരും. 5-6 മാസം വരെ അച്ചുവേച്ചി ഗർഭിണിയാണെന്ന് പെട്ടെന്നാരും അറിയില്ല. അത്രേ സമയം പോരെ അച്ചുവേച്ചിക്ക് സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്താൻ. ഏതെങ്കിലും അനാഥാലയത്തിൽ എന്റെ അച്ചുവേച്ചിക്ക് ഒരു ഇടം കിട്ടും. അച്ചുവേച്ചി അതൊന്ന് അന്വേഷിച്ചു വെച്ചാൽ മാത്രം മതി. കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ അച്ചുവേച്ചിക്ക് ജോലി കിട്ടും. ആരുടെ സഹായം ഇല്ലാതെ അച്ചുവേച്ചിക്ക് കുഞ്ഞിനെ വളർത്താം. എന്റെ അച്ചുവേച്ചി തളർന്നു പോകാതിരുന്നാൽ മാത്രം മതി. ഞാൻ തളരില്ല മോളെ.
എനിക്ക് ഇനി അതിന് കഴിയില്ല. ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് തുണ എൻ്റെ കുഞ്ഞു മാത്രം. അവരെവിടെ ജയന്തി? വിളിച്ചിട്ടുണ്ട്. ആ ദാ വന്നല്ലോ. ഇരിക്കുമോളെ. നാളത്തെ പ്രോഗ്രാമിനെ പറ്റി ജയന്തി ഇവരോട് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് റിസപ്ഷൻ തുടങ്ങും. ഇവിടെ നിന്നൊരു 4 മണിക്ക് പുറപ്പെട്ടാ മതി. നാളെ അച്ഛൻ ഫ്രീ അല്ലേ? അല്ല മോളെ, 10 മണിക്കൊരു കോൺഫറൻസ് ഉണ്ട്. മിനിസ്റ്റർ വിളിച്ചതാ. വിരുന്നിന് നിങ്ങൾ രണ്ടുപേരും പോയാ മതി. എന്നാ അമ്മ കൂടെ വരണം. അയ്യോ, വിശ്വേട്ടനില്ലാതെ ഞാൻ കൂടി വരുന്നത് ശരിയല്ല മോളെ. നമുക്കൊരുമിച്ച് മറ്റൊരു ദിവസം പോവാം. ഇപ്പൊ ചടങ്ങ് നടക്കട്ടെ. നീ എന്താ ഒന്നും മിണ്ടാത്ത? നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, അതിനിടയിൽ ഞാൻ എന്ത് പറയാനാ? മോളിന് എന്നാ കോർട്ടിൽ പോകുന്നത്? ബുധനാഴ്ച ഒരു കേസുണ്ട്. നീ എത്ര ദിവസം ലീവ് എടുത്തു? വ്യാഴം വരെ. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോണ്ടേ? ഇവൻ എങ്ങനെ വീട് വിട്ട് പുറത്തൊന്നും പോവാറില്ല മോളെ. ഫ്രണ്ട്സും കുറവാ. മോള് മുന്നിട്ടിറങ്ങിയാലേ വല്ല ടൂറോ മറ്റോ പോവാൻ പറ്റൂ. എനിക്കും അതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലമ്മേ. എല്ലാം സുധി തീരുമാനിക്കട്ടെ. ആ, അങ്ങനെ എല്ലാ തീരുമാനങ്ങളും അവന് വിട്ടുകൊടുക്കണ്ട. എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾ ഒരുമിച്ച് മതി. അവരെല്ലാം പോയോ? പോയി. വീടുറങ്ങിപ്പോയല്ലേ ഭാഗ്യം. നമ്മുടെ എല്ലാം അവളായിരുന്നല്ലോ. അവളുടെ വിവാഹം നമ്മുടെ സ്വപ്നമായിരുന്നല്ലേ. അതിന്റെ സന്തോഷത്തിലായി ഞാനിപ്പോ. മാധവേട്ടനോട് ഞാൻ പറയാതിരുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ ഭാഗ്യം? കല്യാണം നടക്കുമെന്ന് വരെ സംശയിച്ചു പോയ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഭാഗ്യം എന്തൊക്കെയാ പറയുന്നേ? സുധിക്ക് നമ്മുടെ മോളോട് തോന്നിയ സഹതാപം കൊണ്ടൊന്നുമല്ല ഈ കല്യാണം നടന്നത്. സുധിയുടെ തീരുമാനത്തിൽ ചില സംശയങ്ങൾ നിരഞ്ജനയ്ക്ക് തോന്നിയിരുന്നു. അവളൊരു മണ്ടിപ്പെണ്ണൊന്നുമല്ല. അവള് സുധിയെപ്പറ്റി ഒരന്വേഷണം നടത്തി. എന്നിട്ട്? ഒരു പെൺകുട്ടിയുമായി അവൻ അഫെയർ ഉണ്ടായിരുന്നു. മോളന്വേഷിച്ചപ്പോ അത് സത്യമാണെന്ന് പറഞ്ഞു. വിശ്വനാഥൻ സാർ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി ഈ നാട്ടിൽ തന്നെ പറഞ്ഞുവിട്ടു. അതിന്റെ പകയില അമ്മയാവാൻ കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് സുധി അവളെ സ്വീകരിക്കാൻ തയ്യാറായത്. ഭാഗ്യം, അപ്പോ ഒരു അഗ്നിപരീക്ഷയിലേക്കാണോ നമ്മളുടെ മോളെ തള്ളിവിട്ടത്? ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു മാധവേട്ട. അതിന്റെ ഉറപ്പില സുധി നമ്മുടെ മോളെ സ്വീകരിച്ചത്. എന്റെ എല്ലാ സന്തോഷവും പോയി ഭാഗ്യം. സുധിയെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. സുധിക്ക് അവളെ ചതിക്കാൻ കഴിയില്ല. അവന്റെ മുഖം കണ്ടാലറിയാം അവനൊരു ശുദ്ധനാണെന്ന്. ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളവാമെന്ന് പറയാറില്ലേ? അവനാ പെൺകുട്ടിയെ നഷ്ടപ്പെട്ടതുകൊണ്ടാ നമ്മുടെ മോക്കൊരു ജീവിതം കിട്ടിയത്. സുധി അവളെ വേദനിപ്പിക്കില്ല, എനിക്കത് ഉറപ്പാ. അവന്റെ മനസ്സിലൊരിടം നേടാൻ നമ്മുടെ മോക്ക് കഴിയും. നിരഞ്ജനയുടെ ഊഹം ശരി തന്നെയാണ്. നമ്മളന്ന് ബീച്ചിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ജീവിത മുഹൂർത്തം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ കണ്ട പരിഹാരമാണ് നമ്മൾ തമ്മിലുള്ള വിവാഹം. സുധിയുടെ ഇന്നലെ വരെയുള്ള പ്രശ്നങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുധി അതെന്നോട് പറയുകയും വേണ്ട. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ സുധിയോട് പറഞ്ഞതുപോലെ വിവാഹത്തിന് മുമ്പ് സുധിക്ക് അത് എന്നോടും പറയായിരുന്നു. അതിന് സുധി തയ്യാറാവാത്ത നിലയ്ക്ക് ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? കാര്യമുണ്ട്. നിരഞ്ജന അത് അറിഞ്ഞിരിക്കണം. ഈ വീട്ടിലെല്ലാവരും ഒളിപ്പിച്ചു വയ്ക്കുന്ന രഹസ്യം നിരഞ്ജന അറിയാതെ പോകരുത്. അച്ഛനോട് തോന്നിയ പകയുടെ പേരിൽ ഞാൻ
നിരഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടിയത്. നിരഞ്ജനയുടെ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടാവില്ലായിരുന്നു. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അതൊരു സാധാരണ പ്രണയബന്ധമായിരുന്നില്ല. അവളൊരു സാധാരണ പെൺകുട്ടിയുമായിരുന്നില്ല. 5 വർഷക്കാലം എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. വീട്ടുകാർക്ക് എതിർപ്പായതുകൊണ്ട് അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ വിവാദയായി അവൾ മറ്റെവിടെയോ ജീവിക്കുന്നുണ്ടാവുമല്ലേ? അതുകൊണ്ടാണല്ലോ സുധി പകരം വീട്ടാനാണെങ്കിലും മറ്റൊരു വിവാഹത്തിന് തയ്യാറായത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നെ വിവാഹം കഴിച്ചതിലൂടെ സുധി ഉദ്ദേശിക്കുന്ന പ്രതികാരം എന്താ? അച്ഛന് വേണ്ടത് തറവാട്ട് മഹിമയുള്ളൊരു പെണ്ണിൽ അനന്തരാവകാശി വേണമെന്നാണ്. അതിനുവേണ്ടി അച്ഛൻ കണ്ടെത്തിയ പെണ്ണിനെ ഞാൻ സ്വീകരിച്ചു. ഒരു മകന് അച്ഛനോട് ഇതിൽ കൂടുതൽ പക വീട്ടാനില്ല. സുധി അതിനെന്നെ ഒരു കരുവാക്കിയല്ലേ? അച്ഛൻ കാമുകിയെ വെട്ടിമാറ്റിയപ്പോ മകൻ ഭാര്യയെ വെച്ച് അച്ഛനെ വെട്ടുന്നു. സുധീനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയട്ടെ. എന്നെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി എൻ്റെ കുറവുകൾ വിളിച്ചു പറയും. അപ്പോഴല്ലേ സുധിയുടെ പക പൂർണ്ണമാവും. മടിക്കണ്ട, ഞാനിപ്പോൾ തന്നെ കൂടെ വരാം. വിജയിച്ചെന്ന സന്തോഷത്തിലായിപ്പോ അച്ഛനും അമ്മയും. ആ സന്തോഷം കെട്ടടങ്ങുന്ന കണ്ട് സുധിക്ക് ചിരിക്കാം. എന്തായാലും ഒരു ഭാര്യ എൻ്റെ നിവൃത്തിയോടെ എനിക്കും ഈ പടിയിറങ്ങാം. എന്റെ പ്രതികാരം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ഒരായുസ് മുഴുവനും നീറി നീറി അവർ പശ്ചാത്തപിക്കണം. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം നെഞ്ചിലിറക്കി കരഞ്ഞ് തീർക്കണം അവരുടെ ബാക്കിയുള്ള ജീവിതം. അതാണ് അവർക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. ഗുഡ് നൈറ്റ് നിരഞ്ജന. വിളിച്ചുണർത്തണ്ടെന്ന് കരുതിയ ചായം കൊണ്ട് വരാതിരുന്നത്. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ഞാനതറിഞ്ഞില്ല. മാഡം എണീറ്റിട്ടില്ലെന്നാ തോന്നുന്നത്. എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ ക്ഷീണോ. ആ പിന്നെ ചായം കൊണ്ട് ലീലേച്ചി മുകളിലേക്ക് വരണ്ട, ഞാൻ താഴെ വന്നെടുത്തോളാം. ഓ മോളെ, സുധി എഴുന്നേറ്റോ? ഇല്ല, അവധി ദിവസം 8 മണി വരെ കിടന്നുറങ്ങുന്നതാ അവന്റെ ഒരു ശീലം. ആ, അവനെ വിളിച്ചുണർത്തും മോളെ, ഒയ്യാരത്തേക്ക് പോണ്ടതല്ലേ. ശരി അമ്മേ. ശരി. നിനക്ക് ആ ചായ കൊണ്ടു ചെന്നങ്ങ് കൊടുത്തൂടെ? ഇന്ന് ചെന്ന് വാതിലിൽ തട്ടണ്ടെന്ന് കരുതിയിട്ടാ. ഇന്നലെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നില്ലേ,
മതി മതി വിസ്തരിച്ചത്. സുധി, ചായ. ദാ. ഇന്നലെ സുധി പറഞ്ഞു പൂർത്തിയാക്കാതെ ഉറങ്ങിയത്. സംസാരിക്കാൻ ഇനി സമയമുണ്ടല്ലോ. പറയാനുള്ളത് പറഞ്ഞു തീർക്കണം. മനസ്സിലൊരു ഭാരവും വെച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. നിരഞ്ജനയുടെ മനസ്സിലുള്ളത് അമ്മയോട് പറയാൻ പറ്റുമോ? അതൊരു ഭാരമല്ലേ? നമ്മൾ തമ്മിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സുധി എനിക്ക് തന്ന വിശ്വാസത്തിലാണ് ഞാൻ സുധിയുടെ ജീവിതത്തിലേക്ക് വന്നത്. ആരെയും ചതിച്ചിട്ട് വന്നവളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ആ ഭാരം ഞാനായിട്ട് ഇറക്കി വെക്കേണ്ട കാര്യമില്ല. ഒരു താലികെട്ട് ചടങ്ങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി മാറ്റിവെക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ വീട്ടിലേക്കുള്ള വിരുന്നുപോക്ക്, വൈകിട്ടത്തെ റിസപ്ഷൻ എല്ലാം ഒഴിവാക്കിക്കൂടെ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിരഞ്ജനെ വെച്ച് ഞാൻ പക വീട്ടില്ല. ഞാൻ മാത്രം അറിയുന്ന നിരഞ്ജനയുടെ കുറവുകൾ മറ്റൊരാളോട് ഞാൻ വിളിച്ചു പറയാനും പോകുന്നില്ല. അത്രയ്ക്ക് അത്തപ്പതിക്കില്ല ഞാൻ. വലിയ മോഹങ്ങളും പ്രതീക്ഷകളും ഒന്നും ഇല്ലാതെയാണ് ഞാൻ സുധിയുടെ ജീവിതത്തിലേക്ക് വന്നത്. ഏത് നിമിഷവും പുറത്തേക്ക് പോകാനുള്ള വാതിൽ തുറന്നു കിടപ്പുണ്ടെന്നും എനിക്കറിയാം. എൻ്റെ കാര്യത്തിൽ സുധിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഒരപേക്ഷയുണ്ട്. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് വേണം എന്നെക്കുറിച്ചെല്ലാം വീട്ടുകാരോട് പറയാൻ.